ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിയാണ്. ചീനമുളകും ഉണ്ട്, അതിൽ നീലമുളകുണ്ട്, വെള്ളമുളകുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ മീൻ ചുട്ടിട്ട് നമ്മൾ ഉണക്കമീൻ നമ്മൾ ആദ്യമൊക്കെ ചുട്ടിരുന്നില്ലേ, മീൻ ചുട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഇന്ന് അരക്കുന്നത്. വലിയ മുളകാണ്. എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണുക, എല്ലാവരും കഴിച്ചു കൊടുക്കുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക. അതിന് നമുക്കൊന്ന് ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് എണ്ണയിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആ വാട്ടിയെടുത്ത ശേഷം നമുക്ക് എന്താ ഇട്ടുക, ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ ഉണ്ടായ മുളകട്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങിയിരുന്നല്ല, ഞങ്ങളുടെ ഉള്ള മുളകാണ്. വെള്ളമുളകും നീലമുളകും ഒക്കെ നിങ്ങളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഇത് നമുക്കൊന്ന് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താ വേറൊന്നും ഉണ്ടാക്കാൻ എന്താ അറിയുന്നത്, രാവിലെ എണ്ണീറ്റ് ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താ അറിയില്ല. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വെച്ചില്ല. അപ്പോൾ ഒന്ന് ചമ്മന്തി അരച്ചിട്ട് കടയിൽ കൊണ്ടുപോകാൻ കരുതി. പിന്നെ സോയാബീൻ ഉണ്ടാകും കേട്ടോ. സോയാബീൻ ഇന്നലെ രാത്രി ഒന്ന് എല്ലാം പാടെ ചെയ്ത് കായം കൂട്ടി വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് വെച്ച് കൊണ്ടുപോയി. അറിയില്ല എന്ന് എന്താ അറിയുക പറ്റിയ അറിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു രാവിലെ എണീക്കാൻ വീശിന്നില്ല. അങ്ങനെ മുളകൊന്ന് ഒക്കെ പാടുന്ന ഉള്ളി മുമ്പാട് വാടുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല വലിയ മുളകാണല്ലേ. നല്ല എരിവൊക്കെ നല്ല ഉണ്ടാവും, നല്ല മൂത്താൽ നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. ആ മുളക് ഒരു ദിവസമായി ചേർത്ത് വെച്ചിട്ട്, അപ്പോൾ ഇത് ചുവത്ത മുളക് എടുക്കുന്നു, കണ്ടിട്ടില്ല മുളക് ചുവത്തത്. അപ്പോൾ അങ്ങനെ വാടിയ ശേഷം നമുക്ക് ചമ്മന്തി അരിക്കാം. ആദ്യം ഉണക്കമ്മീൻ ചുട്ടതിട്ട് ചട്ടി ചൂടാണ്, നമുക്കത് എന്നിട്ട് ജാറിലേക്ക് കോരിടാം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മറക്കാതെ കാണുക, വീഡിയോസ് സ്ലിപ്പ് ചെയ്യാതെ കാണുക. ഫേസ്ബുക്കിലേക്ക് കാണണമെങ്കിൽ അങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ ഉള്ള സമയത്ത് എൻ്റെ വീഡിയോസ് കാണുകൊണ്ട് കാണാതിരിക്കരുത്. ബാക്കിയുള്ള നമ്മൾ എണ്ണ ഉണ്ടാവില്ലേ, അതൊക്കെ ഒഴിച്ച് ചട്ടി ചൂടാണ്, അതാണ് പാത്രം എൻ്റെ ചൂടിൽ വെച്ച്. അതിനുള്ളുപ്പിട്. ഞാൻ അരച്ച ശേഷം നോക്കണേ, നല്ല അടിപൊളിയല്ലേ, സൂപ്പർ ആയിക്കണേ. അരച്ച കഴിഞ്ഞിട്ട് പാകത്തുള്ള ഉപ്പും എരിവും ആയിക്കണേ. നിങ്ങളുണ്ടാവുക കണ്ട മുളകൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല എരിവ് ഉണ്ടാവില്ല, നല്ല എരിവൊന്നും ഇല്ല, അത്യാവശ്യത്തിൽ എരിവിനുള്ളൂ. ഇതാ സോയാബീൻ തലേദിവസം ഞാൻ കായം കൂട്ടി വെച്ചതാണ്. അതുകൊണ്ട് കായം കൂട്ടി വെച്ചോണ്ടെന്ന് അറിയാം, എൻ്റെ രാവിലെ എടുത്തിട്ട് വെക്കാൻ പറ്റുക. അല്ലെങ്കിൽ അതിലെന്തൊക്കെ സോയാബീൻ എന്തൊക്കെയാണെന്ന് അറിയാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളകും പൊടി എല്ലാം പാടെ ഇന്നലെ രാത്രി ഇട്ടിട്ട് കായം കൂട്ടി വെച്ചതാണ്. എന്നാൽ നല്ല മസാല എല്ലാം പൊടിക്കാൻ വെച്ചും കഴിക്കാൻ നല്ല സ്വാദം ഉണ്ടാവും, നല്ല അടിപൊളിയായ കാര്യം. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്നലെ രാവിലെ ഞാൻ വെള്ളത്തിൽ ഇട്ടുന്നിട്ട് രാത്രി ഇതാ കുട്ടി കുഞ്ഞാലാടെയാണ്. പക്ഷെ നോക്കുമ്പോൾ പറഞ്ഞു എന്നെ ആട്ടിത്തരുമോ, ഞാൻ ആട്ടിത്തരൂലാറപ്പം അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അപ്പം നോക്കുമ്പോൾ എന്താ ചൂടല്ലേ, എന്താ ക്ഷീണം അറിയാമായത്, കൂവപ്പൊടി ഒന്ന് തിളപ്പിച്ച് കുടിച്ചാൽ നിൽക്കുന്നു. അത് കുടിച്ചപ്പോൾ കുറച്ച് ഭേദമല്ലേ, ചിലപ്പോൾ ചൂടുകൊണ്ടാക്കാരെ ക്ഷീണം വരികക്കാരം.
അങ്ങനെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പൊടിയൊക്കെ കട്ട അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കട്ടയാവൂലേ, അതിന് കട്ടയാവുന്നില്ല, ഇങ്ങനെ ആക്കി കൊടുത്തേ. പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചായി. കൂവപ്പൊടിയൊക്കെ വീട്ടിലുണ്ട്, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട. കൂവപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, അതൊന്നും ഞങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഒക്കെ ഞങ്ങൾ തന്നെ നട്ടുണ്ടാക്കി എല്ലാതും ഉണ്ട്. പുളിങ്ങ ഒക്കെ ഉണ്ട്. ഗ്യാസിന് ഞാൻ ചൂടുവെള്ളം വെച്ചിരുന്ന് അതിക്ക പറഞ്ഞു. എന്താ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേദന എന്തുകൊണ്ടും അറിയില്ല, ഭയങ്കര ക്ഷീണം രാവിലെ. അതുകൊണ്ട് എന്താ പൂവപ്പൊടി തിളപ്പിച്ച് കുറച്ച് ഭേദം ഉണ്ടായി. പിന്നെ കടി ചെന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളേതും കുറച്ച് കൂവപ്പൊടി ആർക്കും ഇല്ലട്ടില്ലേ, ഞങ്ങൾക്കുള്ളതന്നെ ഉള്ളൂ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ഒക്കെ എല്ലാവർക്കും ബൈ.